കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്തത് നടൻ ജയറാമിനെ SIT ചോദ്യം ചെയ്ത വാർത്തയാണ്. ഒരു പക്ഷേ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തി പ്രകടിപ്പിക്കുന്ന താരം ആര് എന്ന് ചോദിച്ചാൽ ജയറാമത്തിൽ പെടും. എന്നാൽ ഈ ഭക്തിയെ ചിലർ ദുരുപയോഗം ചെയ്തുവോ എന്നുള്ളതാണ്. ചോദ്യം ചെയ്യുന്നതിന് ഹാജരാകുന്നതിന് മുൻപ് ജയറാം പറഞ്ഞ വാക്കുകളും പ്രസക്തമാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും, കുടുങ്ങുന്നവർ കുടുങ്ങട്ടെ എന്നതായിരുന്നു അത്. തുടക്കത്തിൽ ജയറാം ഈ വലിയ ഗൂഢാലോചനയിലെ ഒരു കണ്ണിയാണോ എന്ന് പോലും അന്വേഷണ സംഘവും മറ്റുള്ളവരും സംശയിച്ചതാണ്. പണ്ട് സോളാർ കേസ് ഉണ്ടായ സമയത്ത് നടി ഷാലു മേനോന്റെ കാര്യത്തിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു. ആദ്യം താനും ഇരയാണ് എന്ന് പറഞ്ഞു ലക്ഷങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് അവർ രംഗത്തെത്തി. പിന്നീടാണ് മനസ്സിലായത് പ്രതിപ്പട്ടികയിൽ ഇരയായിരുന്നു അവർ എന്ന്. ജയറാമിനും അത്തരം ഒരു വിധി ഉണ്ടാകുമോ എന്ന് സിനിമാ ലോകം ഭയപ്പെട്ടിരുന്നു. എന്നാൽ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ജയറാമിനെതിരെ തെളിവുകളൊന്നുമില്ല. പകരം ചില ഉന്നതരുടെ ഇടപാടുകളിൽ ഒരു പാവയായി പാവം ജയറാം മാറി എന്നൊക്കെ പറയുന്നു. എന്തായാലും ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത് സുരേഷ് ഗോപിയുടെയും മോഹൻലാലിന്റെയും പേരുകൾ പരാമർശിക്കപ്പെടുമ്പോഴാണ്. ശബരിമലയിൽ സമർപ്പിച്ച സ്വർണ്ണ നാണയങ്ങളായിട്ടാണ് സമർപ്പിച്ചത് എന്നാണ് ഇവരുടെയൊക്കെ മൊഴി. സുരേഷ് ഗോപി തന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി നൽകിയ സ്വർണം കൃത്യമായ കണക്കുകളിൽ ഉണ്ടോ? മോഹൻലാൽ നൽകിയ സ്വർണത്തിന്റെ അവസ്ഥ എന്താണ്? ചോദ്യങ്ങൾ നീളുകയാണ്. താരങ്ങൾ ഭക്തിപൂർവ്വം നൽകുന്ന ഈ സ്വർണം ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കല്ലാതെ ചില ഇടനിലക്കാർ സ്വന്തം ലാഭത്തിനായി വകമാറ്റി ചെലവാക്കി എന്നാണ് SIT സംശയിക്കുന്നത്. വലിയ താരങ്ങളുടെ പേരുകൾ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതിലൂടെ അന്വേഷണം വഴിതിരിച്ചിടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ചില ഉന്നത ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിലെ മുൻ ജീവനക്കാരും ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലുണ്ട് എന്നത് വ്യക്തമാവുന്നുണ്ട്. ശബരിമലയിലെ ഓരോ തരി സ്വർണത്തിനും കണക്കുണ്ടാകണമെന്നാണ് നിയമം. എന്നാൽ വർഷങ്ങളായി നടക്കുന്ന ഈ സ്വർണ്ണ ഇടപാടുകളിൽ പലയിടത്തും പൊരുത്തക്കേടുകൾ കാണാനാവുകയാണ്. താരങ്ങൾ സമർപ്പിക്കുന്ന സ്വർണം ഉരുക്കി പുതിയ രൂപങ്ങളാക്കി മാറ്റുമ്പോൾ അതിന്റെ തൂക്കത്തിലും ഗുണമേന്മയിലും കൃത്രിമത്വം നടക്കുന്നുണ്ട്. ജയറാമിനെ ചോദ്യം ചെയ്തതിലൂടെ ചില നിർണായകമായ മൊഴികൾ SITക്ക് ലഭിച്ചു എന്നും പറയുന്നുണ്ട്. താൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ, ഈ ഇടപാടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ചില മാഫിയ ഗ്രൂപ്പുകളെ കുറിച്ചും ജയറാം സൂചന നൽകിയതാണ് വിവരം. വിശ്വാസികളെയും സിനിമാ താരങ്ങളെയും ഒരുപോലെ ചതിച്ചുകൊണ്ട് നടന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇനി ആരെല്ലാം കുടുങ്ങും? രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തുമോ? അതോ സിനിമാ താരങ്ങൾ മാത്രം പ്രതിക്കൂട്ടിൽ അവരെ മാത്രം നിർത്തി യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുമോ? വരും ദിവസങ്ങളിൽ SIT പുറത്തുവിടുന്ന വിവരങ്ങൾ കേരള രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും വലിയ ഭൂകമ്പങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.